السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങൾ വിവരിക്കാറുണ്ട്. അത് ആളുകൾ സ്വയം അഹ്മദിയത്ത് സ്വീകരിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ അഹ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം ഉള്ള ആത്മീയവും അസാധാരണവുമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ ജമാഅത്തിനുമേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതോ അതിന്റെ ഫലമായി ജമാഅത്ത് അംഗങ്ങളുടെ ഈമാനിലുള്ള പുരോഗതിയും ദൃഢതയും സംബന്ധിച്ചുള്ള സംഭവങ്ങളായിരിക്കും. ഒരുപാട് പേർ എനിക്ക് എഴുതുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇത്തരം സംഭവങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ സംഭവങ്ങൾ താല്പര്യജനകം ആയതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്കും ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. യുവാക്കളുടെ മതപരവും ആത്മീയവുമായ അവസ്ഥകളിൽ പുരോഗതിക്ക് കാരണമായി മാറുന്നു. സ്വയം ഞങ്ങളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്താനും പുരോഗതി കൈവരിക്കാനും കാരണമായി മാറുന്നു. ഇത് ഞങ്ങളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും കാരണമായി മാറുന്നു. ചില ജന്മനാഹ്മദികൾ എഴുതുന്നു, പുതുതായി വരുന്നവരുടെ ഈ ഈമാനിക അവസ്ഥയും അള്ളാഹുവുമായിട്ടുള്ള ഇവരുടെ ബന്ധവും ഞങ്ങളെ ലജ്ജിതരാക്കുന്നു. ഈ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞങ്ങളും ഈമാനിൽ പുരോഗതി കൈവരിക്കുന്നവരായി മാറണം. അതുപോലെ തന്നെ ചില നവ അഹമ്മദികൾ ഈ കാര്യം പ്രകടിപ്പിക്കുന്നു. ഈ സംഭവങ്ങളിലൂടെ ഞങ്ങളുടെ ഈമാനിൽ വർധനവ് ഉണ്ടാകുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ചിലരുണ്ട്. അവർ തങ്ങളെ സ്വയം വലിയ വിദ്യാസമ്പന്നരായി മനസ്സിലാക്കുന്നു. പുരോഗതി നേടിയവരായി കരുതുന്നു. ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. എന്നാൽ ഭൗതികത ഇവരെ ഇത്രമാത്രം അതിൽ അകപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭൗതികതയിൽ ഇത്രമാത്രം വീണുപോയിരിക്കുന്നു, അള്ളാഹുവിലേക്ക് അവർക്ക് ശ്രദ്ധ തന്നെ ഇല്ല. അല്ലെങ്കിൽ ഒരഹ്മദിയുടെ നിർബന്ധ കടമയായ തരത്തിലുള്ള ശ്രദ്ധയില്ല. ഏതൊന്നാണോ അള്ളാഹുവിനോടുള്ള യഥാർത്ഥ കടമയായിട്ടുള്ളത്, ഏതൊരു കടമയാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്കും അങ്ങയുടെ ബൈഅത്തിൽ വരുന്നവർക്കും വേണ്ടതായിട്ടുള്ളത്. ഒന്നാമതായി അവർ അള്ളാഹുവിനോടും അവനാൽ സ്ഥാപിക്കപ്പെട്ട ജമാഅത്തിനോടും ഉള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കാറില്ല.
അഥവാ അല്പസ്വല്പം ശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും അത് ഇത്ര കുറവാണ്, അതായത് ഇല്ല എന്നതിനു തുല്യം. ഇവർ മതപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ അശ്രദ്ധരാണ്. ദീനീപരമായ അവസ്ഥയുടെ മെച്ചപ്പെടലിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത്തരം ആളുകൾ ഈ കാര്യങ്ങൾ, അതായത് പുതുതായി വരുന്നവർ വിവരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, അത് ഏതെങ്കിലും വിധത്തിൽ ആത്മീയമായ പുരോഗതിക്ക് കാരണമായി മാറുന്നതാണ് എങ്കിൽ ഇത് കേട്ടുകൊണ്ട് ഇവർ ആരോപണം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ സംഭവങ്ങൾ, അതായത് ബൈഅത്തുമായി ബന്ധപ്പെട്ടതും ഈമാനിക വർധനവുമായി ബന്ധപ്പെട്ടതും, ഇത് കേവലം ആഫ്രിക്കയിലും അറേബ്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും വസിക്കുന്നവരിൽ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? യൂറോപ്പിൽ താമസിക്കുന്നവരിൽ എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാത്തത്? ഇവർക്ക് എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ മുഖേന മാർഗദർശനം ലഭിക്കാത്തത്? ഇവർക്ക് എന്തുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് മാർഗദർശനം ലഭിക്കാത്തത്, അല്ലെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകാത്തത്? ഇവർക്ക് എന്തുകൊണ്ടാണ് ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടാകാത്തത്? ഒന്നാമത്തെ കാര്യം ഇതാണ്. യൂറോപ്പിൽ വസിക്കുന്ന ദീനിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അടയാളം കാണിച്ചു കൊടുക്കുന്നു. ഇവരുടെ ഈമാനിലും പുരോഗതിക്കായി അള്ളാഹു തന്റെ സമക്ഷത്തിൽ നിന്ന് സംവിധാനം ഒരുക്കുന്നു. ഇവിടെ ബ്രിട്ടനിലും ഒരുപാട് നവ അഹമ്മദികളുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശികരായ ആളുകൾ ഉണ്ട്. അവർ ബൈഅത്ത് ചെയ്ത് ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും അവരുടെ ഈമാനിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ചിലർ നവാഹമ്മദികളാണ്, അല്ലെങ്കിൽ ചിലരാകട്ടെ കുറച്ചു കാലമായി ബൈഅത്ത് ചെയ്തവരാണ്. അവർ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു. അത് അത്ഭുതമുളവാക്കുന്നതാണ്. അത് അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും യഖീനിലും പുരോഗതിക്ക് കാരണമായി മാറുന്നു. ജമാഅത്തിന്റെ പുരോഗതിയും ജമാഅത്തിന്റെ സത്യതയും അവർക്ക് മേൽ തുറക്കുന്നു. ഖിലാഫത്തുമായുള്ള ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധവും അവരിൽ വളരുന്നു. ഇതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ലജ്നകളുടെയും ഖുദ്ദാമിന്റെയും അൻസാറിന്റെയും ഇജ്തിമാകളിൽ ഇവർ തങ്ങളുടെ സംഭവങ്ങൾ സ്വയം വിവരിക്കുന്നു. MTA-യിലും ചിലർ തങ്ങളുടെ സംഭവം വിവരിക്കുകയുണ്ടായി, തങ്ങളുടെ അനുഭവം വിവരിച്ചു. അത് വളരെയധികം ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. ഏതായിരുന്നാലും പാശ്ചാത്യ രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകൾക്കും ആരാണോ ദീനിലേക്ക് ശ്രദ്ധിക്കുന്നവരായി ഉള്ളത്, അള്ളാഹു അവർക്കും അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അഹമ്മദിയത്തിന്റെ സത്യത അവർക്ക് വ്യക്തമാക്കി നൽകുന്നു. മറ്റൊരു വിഭാഗവുമുണ്ട്, അവർ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നവരല്ല. എന്നിരുന്നാലും ഇസ്ലാമിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അഹമ്മദിയത്ത് മുഖേന അവരിൽ പ്രകടമാകുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ എന്റെ പര്യടനങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ജൽസകൾക്ക് ശേഷം വിവരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ ഓർത്തിരിക്കേണ്ട സുപ്രധാനമായൊരു കാര്യം എന്നത്, അള്ളാഹു ആ വ്യക്തിക്കാണ് മാർഗദർശനം നൽകുന്നത് ആരാണോ അതിനായി അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അഥവാ ഒരു മനുഷ്യൻ ഭൗതികതയിൽ മുങ്ങിക്കിടക്കുകയും അള്ളാഹുവിന്റെ കോളം തന്നെ ശൂന്യമാണ് എങ്കിൽ, അയാൾക്ക് ദീനുമായും അള്ളാഹുവുമായും ഒരു ബന്ധവും ഇല്ല എങ്കിൽ, സ്വയം തന്റെ പാരത്രിക ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എങ്കിൽ, അത്തരം ആളുകളെ അള്ളാഹുവും വിലവെക്കുകയില്ല. അവർ മാർഗദർശനവും ഹിദായത്തും നിഷേധിക്കപ്പെട്ടവരായി മാറുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകന്മാരുടെ ചരിത്രവും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യമാണ്. ദീനിലേക്ക് ശ്രദ്ധിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവർ പൊതുവെ ദരിദ്രരും ബലഹീനരുമായിട്ടുള്ള ആളുകളായിരിക്കും, എളിയവരും മിസ്കീനുകളുമായിരിക്കും. പൊതുവിൽ
അള്ളാഹുലേക്ക് പോകുന്നതിനുള്ള വ്യാകുലതയും ഭയവും അവരിലായിരിക്കും കൂടുതലായി ഉണ്ടാവുക. ഭൗതികരായ ആളുകൾ, ശക്തരായിട്ടുള്ളവർ ഇതാണ് പറയാറുള്ളത്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യോഗ്യത തന്നെ എന്താണ്? നിങ്ങളെ വിശ്വസിക്കുന്നവർ അറാദിലുന ബാദിയുറായി ആണ്. അതായത് ഞങ്ങൾ കാണുമ്പോൾ അവർ അങ്ങേയറ്റം നിന്ദ്യരായ ആളുകളായിട്ടാണ് തോന്നുന്നത്. ഭൗതികരായ ആളുകൾ അഹങ്കാരം കൊണ്ട് മതിമറന്നവരായിരിക്കും. അവർക്കൊന്നാമതായി അവരുടെ അഹങ്കാരം കാരണം, മറ്റൊന്ന് ഭൗതിക ജോലികളിൽ മുങ്ങി കുളിച്ചു കിടക്കുന്നത് കാരണം ദീനിലേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് ഒഴിവ് തന്നെ ഉണ്ടാവുകയില്ല. എന്നല്ല, യൂറോപ്പിൽ ഭൂരിഭാഗവും ആളുകളും നിരീശ്വരവാദികളായി തീർന്നിരിക്കുന്നു. അതല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുരോഗതി നേടിയ രാജ്യങ്ങൾ, ഇവരെല്ലാവരും തന്നെ നിരീശ്വരവാദികളായി മാറിയിരിക്കുകയാണ്. ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ല. എങ്കിൽ പിന്നെ അള്ളാഹും ഇവരെ എന്ത് വില വെക്കാനാണ്? അവർക്ക് എങ്ങനെ മാർഗദർശനം നൽകാനാണ്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൗതികരായ വ്യക്തികളുടെ ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട് പറയുന്നു, സൂറ അസ്റിൽ അള്ളാഹു നിഷേധികളുടെയും വിശ്വാസികളുടെയും ജീവിതത്തിന്റെ മാതൃകയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിഷേധികളുടെ ജീവിതം തികച്ചും നാൽക്കാലികളെ പോലുള്ള ജീവിതമാണ്, മൃഗങ്ങളെപ്പോലുള്ള ജീവിതമാണ്. അവർക്ക് തിന്നുകയും കുടിക്കുകയും ശരീരേച്ഛയുടെ പൂർത്തീകരണവുമല്ലാതെ മറ്റൊരു ജോലിയും ഉണ്ടാവുകയില്ല. യഅകുലൂന കമാ തഅകുലുൽ അൻആം. അവരുടെ ജോലി മൃഗങ്ങളെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അവിടുന്ന് പറയുന്നു, എന്നാൽ നോക്കുക, ഒരു കാള വൈക്കോൽ തിന്നുകയും എന്നാൽ നിലം ഉഴുതുന്ന സമയത്ത് ഇരിക്കുകയും ചെയ്താൽ, കൃഷിക്കാരിൽ പഴയകാലത്ത് ഉള്ള രീതിയായിരുന്നു നിലം ഉഴുതുന്നതിനു വേണ്ടി, കൃഷി ചെയ്യുന്നതിനു വേണ്ടി കാളകളെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇവിടെയും പഴയകാലത്ത് കുതിരകളെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നിലം ഉഴുതുമറിക്കുന്ന സമയത്ത് ഇരിക്കുകയും ജോലി ചെയ്യാതിരിക്കുകയും ചെയ്താൽ കേവലം തിന്നുക മാത്രമാണ് ജോലിയെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? ഇതായിരിക്കും, കൃഷിക്കാരൻ അതിനെ അറവുശാലയിൽ കൊണ്ടുചെന്ന് വിൽക്കും, അറവുകാരൻ നൽകും. അവിടുന്ന് പറയുന്നു, ഇതുപോലെ തന്നെ ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുധാവനം ചെയ്യുന്നതിനെ വിലവെക്കാത്തത്, തങ്ങളുടെ ജീവിതം തിന്മയിലും പാപത്തിലും കഴിച്ചുകൂട്ടുന്നത്, അള്ളാഹു പറയുന്നു, കുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അതായത്, എന്റെ നാഥൻ നിങ്ങളെ എങ്ങനെ വിലവെക്കാനാണ്? അഥവാ നിങ്ങൾ അവനെ വിലവെക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവരെയാണ് വിലവെക്കുന്നത്. ആരാണോ അവനിലേക്ക് കുനിയുന്നത്, അവനോട് ഹിദായത്ത് ചോദിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുന്നു, സത്യസന്ധത എന്നത് വലിയ കാര്യമാണ്. അതുകൂടാതെ സൽക്കർമ്മത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുകയില്ല. അള്ളാഹു തന്റെ സുന്നത്ത് ഉപേക്ഷിക്കുകയില്ല, മനുഷ്യൻ അവന്റെ രീതിയും ഉപേക്ഷിക്കുകയില്ല. അത്തരത്തിൽ വഴിതെറ്റിയവർ, അതുകൊണ്ട് തന്നെ പറയുന്നു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. ആരാണോ അള്ളാഹുവിൽ ആയിക്കൊണ്ട് കഠിന പരിശ്രമം നടത്തുന്നത്, അവരുടെ മേൽ അള്ളാഹു തന്റെ മാർഗങ്ങൾ തുറക്കുന്നു. ആരാണോ പരിശ്രമിക്കുകയും ഈ ചിന്തയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ശരിയായ ദീനിനെ അന്വേഷിക്കുന്നത്, അതിനെ പ്രാപിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നത്, അവർക്ക് മാർഗദർശനവും ലഭിക്കുന്നു, ഈമാനിലും പുരോഗതി നേടുന്നു, ഇതിൽ പുരോഗതി നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ ചില നന്മകൾ കാരണം കൃപ ചെയ്യുന്നു, അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നു. നാം വിവരിക്കുന്ന സംഭവങ്ങൾ അത് അത്തരം ആളുകളുടെ ഈമാൻ വർദ്ധക സംഭവങ്ങളാണ്. അവർ ഈ ശ്രമത്തിൽ ആയിരിക്കും എങ്ങനെയാണ് അവർക്ക് ശരിയായ മാർഗം ലഭിക്കുക. അല്ലെങ്കിൽ അത്തരക്കാരുടെ ചിലരുടെ സംഭവമുണ്ട്, അവരുടെ മേൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടായിരിക്കും. അവരുടെ ഏതെങ്കിലും നന്മ കാരണം അള്ളാഹു അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു.
ഇഖ്ലാസിലുള്ള പുരോഗതിയുടെ ചില ആത്മീയ സംഭവങ്ങൾ ഞാൻ ഇന്നും സ്വരൂപിച്ചിട്ടുണ്ട്. ബോർക്കിനോ ഫാസോയിൽ നിന്ന് അമീർ സാഹിബ് എഴുതുന്നു, ഒരു ഗ്രാമം ലുക്കീനിൽ നമ്മുടെ ലോക്കൽ മിഷണറി തബ്ലീഗിനായി പോയി. തബ്ലീഗിന് ശേഷം അദ്ദേഹം ബൈഅത്ത് വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ കേവലം ഒരു പ്രായമായ വനിത മാത്രമാണ് ബൈഅത്ത് ചെയ്തത്. മുഅല്ലിം സാഹിബ് ഗ്രാമക്കാരോട് പറഞ്ഞു, ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ പള്ളിയുണ്ട്. അഥവാ നിങ്ങളിൽ ആർക്കെങ്കിലും അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്. അവിടെ ജുമാ നമസ്കാരത്തിനുള്ള സംവിധാനവും ഉണ്ട്. ഏതായിരുന്നാലും ഈ വനിത മാത്രമാണ് ബൈഅത്ത് ചെയ്തത്. മുഅല്ലിം സാഹിബ് വിവരിക്കുകയാണ്, മഴ കാരണം ഗ്രാമത്തിനും പള്ളിക്കും ഇടയിലുള്ള വഴിയിൽ മഴ കൊണ്ട് ഉണ്ടാകുന്ന ഒരു തോട് ഉണ്ട്. മഴ കാരണം അത് വെള്ളം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ആ വൃദ്ധയായ വനിത ബൈഅത്ത് ചെയ്തപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും തന്റെ മുസല്ലയെടുത്ത് ജുമായുടെ ഉദ്ദേശത്തോടുകൂടി പള്ളിയിൽ പോകാൻ ശ്രമിക്കും. തോട് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കണ്ട് മുസല്ല അവിടെ തന്നെ വിരിച്ച് പറയുമായിരുന്നു, ഞാൻ ഇന്ന് അഹമ്മദികളോടൊപ്പം ജുമാ നമസ്കരിച്ചു. കാരണം എന്റെ നിയ്യത്ത് അഹമ്മദികളോടൊപ്പം ജുമാ നമസ്കരിക്കുക എന്നുള്ളതായിരുന്നു. പറയുന്നു, ഒരു മാസത്തിനു ശേഷം തോട്ടിൽ വെള്ളം കുറഞ്ഞപ്പോൾ ആ വനിത മിഷനിൽ വരികയും മുഴുവൻ സംഭവങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു. അവരുടെ ഇഖ്ലാസായിരുന്നു ഇത്. അഹമ്മദിയായതിനു ശേഷം ഈ സംഭവം വിവരിച്ചപ്പോൾ ഇത് കേട്ട് മുഅല്ലിം തബ്ലീഗിനായി വീണ്ടും ആ ഗ്രാമത്തിൽ പോയപ്പോൾ ഗ്രാമക്കാരോട് പറഞ്ഞു, നോക്കൂ, ഈ വൃദ്ധയായ സ്ത്രീക്ക് സത്യത്തിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അവർ സത്യം സ്വീകരിച്ചു. അള്ളാഹു അവരെ അനുഗ്രഹിച്ചു. അവർ പിന്നീട് ഇതിനായി ഇത്ര വലിയ ത്യാഗവും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും പോകുമായിരുന്നു. വെള്ളം കാരണം എന്നാൽ അവിടേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് തിരിച്ചു പോരുമായിരുന്നു. എന്നാൽ ഇത് അവരുടെ ഇഖ്ലാസാണ്. മുഅല്ലിം സാഹിബ് ഈ സംഭവം കേൾപ്പിച്ചപ്പോൾ അവിടെയുള്ള മറ്റുള്ളവർ ഈ വനിതയുടെ ഇഖ്ലാസ് കണ്ട്, ചിലർ അവരുടെ വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു, 30 ആളുകൾ അവിടെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ അള്ളാഹു അവരുടെ ഹിദായത്തിനുള്ള സംവിധാനം ഒരുക്കി. ഇനി സ്വപ്നങ്ങൾ മുഖേന അഹമ്മദികളാകുന്ന ചില ആളുകൾ ഉണ്ട്. ഫ്രാൻസിലെ ഒരു വനിത ആസിയ സാഹിബ, അവർ ബൈഅത്ത് ചെയ്തു. അവർ പറയുന്നു, ഞാൻ എന്റെ ബൈഅത്തിന്റെ വിശദവിവരം പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നതിനു വേണ്ടിയും എന്നെ താങ്കളുടെ അനുഗ്രഹീത ജമാഅത്തിൽ സ്വീകരിക്കുന്നതിനു വേണ്ടിയുമാണ്. പറയുന്നു, ഒരു ദിവസം ഇന്റർനെറ്റിൽ പതിവനുസരിച്ച് ചില പുതിയ ചാനലുകൾ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് ഹിവാറുൽ മുബാഷിറിന്റെ ലിങ്ക് ലഭിച്ചു. അതിൽ വഫാത്തെ മസീഹിന്റെ വിഷയം നടക്കുകയായിരുന്നു. ഞാൻ എല്ലാവിധത്തിലുള്ള സംശയങ്ങളും ശൂന്യമായ വിശ്വാസത്തിൽ ഉറച്ച സാംസ്കാരികമായ രീതിയിൽ ശക്തവും ഖണ്ഡിക്കാൻ സാധിക്കാത്തതുമായ തെളിവുകൾ കണ്ട് അത്ഭുതപ്പെട്ടു. പറയുന്നു, ഇതിന് ഏതാനും ദിവസം മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു, ഞാൻ ഒരു ഇരുണ്ട കിണറ്റിൽ വീഴാൻ പോകുകയാണ്. ഞാൻ കിണറ്റിന്റെ മതിലിനെ 2 കൈകൾ കൊണ്ട് ശക്തമായ നിലയിൽ പിടിച്ചിരിക്കുകയാണ്. കാലുകൾ താഴെ ആടുകയാണ്. പെട്ടെന്ന് ഞാൻ മുകളിൽ നോക്കുമ്പോൾ എനിക്ക് 3-4 വെളുത്ത പക്ഷികളെ കാണാൻ സാധിച്ചു. അവരുടെ നിറം വളരെയധികം വെളുത്തതായിരുന്നു. എന്നാൽ അവർ ആരാണെന്ന് എനിക്കറിയുമായിരുന്നില്ല. ആ പക്ഷികൾ എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പറയുന്നു, തുടക്കത്തിൽ എനിക്ക് സ്വപ്നം മനസ്സിലായില്ല. എന്നാൽ പിന്നീട് അറിയാൻ സാധിച്ചു ഇത് ഹിവാറിലെ പാനൽ മെമ്പർമാരാണ്. അവരെ പക്ഷിയുടെ രൂപത്തിൽ ആണ് കാണിച്ചു തന്നത്. തുടക്കത്തിൽ എനിക്ക് ഈ ജമാഅത്തിന്റെ സ്ഥാപകൻ മഹ്ദിയും മസീഹുമാണ് എന്ന് വാദിച്ച കാര്യം അറിയില്ലായിരുന്നു. എന്നാൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പിന്നീട് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പ്രത്യേകിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ എനിക്ക് ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യവും കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിനെതിരിൽ ഞാൻ അങ്ങയുടെ പരിശുദ്ധ വ്യക്തിത്വത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വേണ്ടി ശക്തമായ നിലയിൽ പ്രതിരോധിക്കുന്ന അതിശക്തനായ ഒരു പോരാളിയെ കാണുകയുണ്ടായി.
അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളുടെ ഇസ്ലാമിക ശത്രുക്കളുടെ മേൽ ഇസ്ലാമിന്റെ ഗാംഭീര്യം സ്ഥാപിക്കുന്നു. പറയുന്നു, അതിനുശേഷം ഞാൻ ഇസ്തിഖാറ ചെയ്തു. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം എന്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു ഞാനും അവളും, അതായത് കൂട്ടുകാരിയും അവരും എന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഞാൻ വിവിധ റൂമുകൾ നോക്കി ഒരു പ്രത്യേക റൂം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രകാശപൂരിതവും തിളക്കമുള്ളതുമായ ഒരു മുറി കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഈ മുറി നല്ലതായി തോന്നുന്നു, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. പറയുന്നു, ഞാൻ ഈ സ്വപ്നത്തിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കി ജമാഅത്തിൽ ചേരണം. അങ്ങനെ ബൈഅത്ത് ചെയ്തു. MTA മുഖേന ബൈഅത്ത് ചെയ്ത മറ്റൊരു വനിത തുർക്കിയിൽ നിന്നാണ്. പറയുന്നു, മീര സാഹിബ, ഞാൻ എന്റെ ബൈഅത്തിന്റെ വിശദവിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 2010 ജമാഅത്തിനെ പരിചയപ്പെട്ടു. ജമാഅത്തിൽ പ്രവേശിക്കാൻ തൗഫീക്ക് ലഭിച്ചു. പറയുന്നു, എന്റെ ഭർത്താവ് MTA അൽ അറബിയ വളരെ താല്പര്യത്തോടുകൂടി കാണുമായിരുന്നു. അങ്ങനെ ഞാനും കാണാൻ തുടങ്ങി. ചില സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും MTA കണ്ടുകൊണ്ടിരുന്നു. എന്റെ ഭർത്താവ് എന്നോട് പറയുമായിരുന്നു, തൃപ്തി കൈവന്നുവെങ്കിൽ ബൈഅത്ത് ചെയ്തുകൊള്ളുക. ഞാൻ പറഞ്ഞു, ഇത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധ്യമല്ല. എന്റെ കുടുംബം വലുതാണ്, വീടിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതിനുശേഷം ഞാൻ ദജ്ജാലിനെ കുറിച്ച് ജമാഅത്ത് തയ്യാറാക്കിയ ഒരു ഫിലിം കണ്ടു. അതിന്റെ വിശദീകരണം വളരെ യുക്തിപരവും ബുദ്ധിപരവുമായി തോന്നി. അത് മുമ്പൊരിക്കലും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കൂടുതൽ MTA കാണാൻ തുടങ്ങി. ഹിവാറിന്റെ പരിപാടികൾ കണ്ട് തഹജ്ജുദ് സ്ഥിരമായി നമസ്കരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരിക്കൽ അബ്ദുൽ ഖാദിർ ഓദെ സാഹിബ് പര്യടനം നടത്തി. അപ്പോൾ ഞാൻ ബൈഅത്ത് ചെയ്തു. പിന്നീട് എന്റെ മരുമകളും പെൺമക്കളും ബൈഅത്ത് ചെയ്തു. ഞങ്ങൾ ജമാഅത്ത് പരമായ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. പറയുന്നു, ഏതൊരു ദിവസമാണോ ഞാൻ ബൈഅത്ത് ചെയ്തത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ സൂറത്തുൽ കഹഫിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി, അള്ളാഹു ഞങ്ങളെ ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ ഇമാം മഹ്ദിയുടെ സഹായികളിൽ ഉൾപ്പെടുന്ന ആളായി മാറും. അള്ളാഹുവിന് നന്ദി, അവൻ എനിക്ക് ഈമാൻ നൽകി. ഞാൻ ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാക്കി മാറ്റുന്നവളായി അള്ളാഹു മാറ്റട്ടെ. ഇപ്രകാരം തന്നെ അവർ സ്വയം അവരുടെ സംഭവങ്ങൾ എഴുതുകയും ദുആ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ ജമാഅത്തുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അള്ളാഹു എപ്രകാരമാണ് ജമാഅത്തുകൾ സ്ഥാപിതമാക്കുന്നത്. ബെനിനിലെ മുബല്ലിഗ് അബ്ദുൽ ഖുദ്ദൂസ് സാഹിബ് എഴുതുന്നു, മുഅല്ലിം സക്കരിയ ഒരു ഗ്രാമത്തിൽ തബ്ലീഗിനായി പോയി. അവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ആളുകൾ ജോലിക്കായി പുറത്തുപോയിരിക്കുകയാണ്, താങ്കൾ വെള്ളിയാഴ്ച ദിവസം വന്നാലും അപ്പോൾ ആളുകൾ ഇവിടെ ഉണ്ടാകും. അങ്ങനെ മുഅല്ലിം സാഹിബ് ജുമാ ദിവസം വീണ്ടും ചെന്നപ്പോൾ മുഅല്ലിം സാഹിബ് പള്ളിയിൽ പ്രവേശിച്ചതിനു ശേഷം 2 റക്അത്ത് നഫൽ നമസ്കരിച്ചു. അതിനുശേഷം ഇമാമിന്റെയും ഗ്രാമത്തിലെ കമ്മിറ്റിയുടെയും അനുവാദത്തോടുകൂടി തബ്ലീഗ് ആരംഭിച്ചു. മുഅല്ലിം സൂറ ഫാത്തിഹയുടെ വിശദീകരണവും ഇമാം മഹ്ദിയുടെ ആഗമനത്തെക്കുറിച്ചും പ്രസംഗിച്ചു. ആളുകൾ പ്രസംഗത്തിനിടയ്ക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. പ്രസംഗം അവസാനിച്ചപ്പോൾ അവരുടെ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിക്കൊണ്ടാണ് ജനിച്ചത്, എന്നാൽ ഇന്നുവരേക്കും ഞാൻ സൂറത്തുൽ ഫാത്തിഹയുടെ ഈ വിധത്തിലുള്ള ഒരു വിശദീകരണം കേട്ടിട്ടില്ല. അഥവാ അഹമ്മദിയ ജമാഅത്തിന്റെ അധ്യാപനം ഇതാണെങ്കിൽ ഞാൻ എല്ലാവർക്കും മുബാറക്ബാദ് നൽകുന്നു. നാം ഈ ജമാഅത്ത് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഇമാം അടക്കം ആ ഗ്രാമത്തിലെ മുസ്ലിം സംഘടനയിലെ എല്ലാ അംഗങ്ങളും തന്നെ അഹമ്മദിയ ജമാഅത്തിനെ സ്വീകരിച്ചു. അങ്ങനെ ഒരു പുതിയ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടു. പറയുന്നു, അവിടുത്തെ ഗ്രാമത്തിലെ മൗലവി ശക്തമായ പ്രതിരോധം കാണിച്ചു. നമ്മുടെ മൗലവി തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ മൗലവി ഇദ്ദേഹത്തിന് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇനി ഈ ഗ്രാമത്തിലേക്കോ പള്ളിയിലേക്കോ വരരുത്. കുറച്ചു കാലത്തിനു ശേഷം ബെനിൻ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ നാഷണൽ ഇജ്തിമായുടെ അവസരത്തിൽ നമ്മുടെ മൗലവി വീണ്ടും അവിടെ ചെന്നു ഖുദ്ദാമിനോട് പങ്കെടുക്കാൻ വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ആ മൗലവി വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞു, തന്നോടൊപ്പം ഖുദ്ദാമിനെ കൊണ്ടുപോകുന്നതിൽ നിന്ന് വിലക്കി. എന്നാൽ നവാഹ്മദി ഖുദ്ദാം മൗലവിയെ നിരാകരിക്കുകയും എല്ലാവരും ഇജ്തിമായിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ വിധത്തിൽ അള്ളാഹു എതിരാളികളായ മൗലവിമാരെയും നിന്ദിരാക്കുന്നു, പുതിയ ജമാഅത്തുകളും സ്ഥാപിക്കുന്നു. പുതിയ ജമാഅത്തുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുണ്ട്. അത് ഉറൂഷ റീജണിലേതാണ്.
മുറബി സാഹിബ് എഴുതുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ പ്രദേശത്ത് അഹമ്മദിയത്തിന്റെ സ്ഥാപനം നടന്നു. സാൻവേ ഡിസ്ട്രിക്റ്റിനടുത്തുള്ള ഒരു ഗ്രാമം. അവിടെ മുമ്പ് ഒരു അഹമ്മദിയും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടെ കൂടെ പര്യടനം നടത്താൻ സാധിച്ചു. വളരെയധികം ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തു. അങ്ങനെ ജമാഅത്തിന്റെ പത്രങ്ങളും ഗ്രന്ഥങ്ങളും ആ ഗ്രാമത്തിൽ വിതരണം ചെയ്തു. അതിന്റെ ഫലമായി ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബൈഅത്തുകൾ ഉണ്ടാകാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ജമാഅത്തിന്റെ രൂപീകരണവും നടന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ പള്ളിക്ക് വേണ്ടി ഒരു പ്ലോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക ആളുകൾ പള്ളിയുടെ നിർമ്മാണത്തിനു വേണ്ടി ഇഷ്ടിക സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പും തുടങ്ങി. എതിരാളികൾ ജമാഅത്തിന് എതിരിൽ കുഴപ്പമുണ്ടാക്കാനും അനാവശ്യ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. പറയുന്നു, ഞങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് അനുവാദം വാങ്ങി ഗ്രാമത്തിൽ സംവാദത്തിനുള്ള സംവിധാനം ഒരുക്കി മുഴുവൻ ഗ്രാമത്തിലും അറിയിച്ചു. സുന്നി മൗലവിമാരെ ക്ഷണിക്കുകയുണ്ടായി. അഥവാ നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ വരൂ, നമുക്ക് എല്ലാവർക്കും മുമ്പിൽ നിന്ന് സംസാരിക്കാം. അങ്ങനെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് സംവാദം നടന്നു. ഒരുപാട് അനഹമ്മദികൾ അതിൽ പങ്കെടുത്തു. എന്നാൽ സുന്നി മൗലവിമാരിൽ നിന്ന് ഒരാളും തന്നെ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഗ്രാമത്തിലെ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞു, മൗലവിമാരുടെ പക്കൽ കുഴപ്പമുണ്ടാക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അള്ളാഹു വിവിധ മാർഗത്തിലൂടെ ഹിദായത്തിനുള്ള മാർഗം ഒരുക്കി നൽകുന്നു. ആരാണോ ദീനിലേക്ക് താല്പര്യം കാണിക്കുന്നത് അവർക്ക്. ബോർക്കിനോ ഫാസോയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഗ്രാമം നാബീറിൽ തബ്ലീഗ് ചെയ്തു. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വളരെ വലിയ എണ്ണത്തിൽ ആളുകൾ ബൈഅത്ത് ചെയ്തു. അവിടെയുള്ള ഒരു പള്ളിയിൽ മുഅല്ലിം സാഹിബിനെ നിയമിച്ചു. സ്ഥിരമായി ജുമാ നമസ്കാരം ആരംഭിച്ചു. എന്നാൽ അനഹമ്മദി മൗലവിമാർ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി. ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വന്ന് ആളുകളെ പ്രകോപിപ്പിക്കുകയും അഹമ്മദിയത്തിൽ നിന്ന് ദൂരീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജമാഅത്തിൽ തുടർച്ചയായി വർധനവുണ്ടായിക്കൊണ്ടിരുന്നു. മൗലവിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതായപ്പോൾ അയാൾ അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളിക്ക് മുമ്പിൽ തന്റെ ഒരു പള്ളി നിർമ്മിച്ചു. എന്നിട്ട് പ്രഖ്യാപിച്ചു, അഹമ്മദികളുടെ പള്ളി സാധനങ്ങൾ വെക്കുന്ന ഒരു സ്റ്റോറായി മാറും. അവിടെ ഒരു നമസ്കാരക്കാരും വരികയില്ല. എന്നാൽ അതിന് എതിരിലാണ് സംഭവിച്ചത്. അയാളുടെ ബന്ധുക്കൾ മാത്രമാണ് അയാളുടെ പള്ളി നമസ്കരിക്കാൻ വരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളിയിൽ നമസ്കാരക്കാർ വർദ്ധിക്കാൻ തുടങ്ങി. ഇദ്ദേഹം എഴുതുന്നു, ഇപ്പോൾ നമസ്കാരത്തിൽ ഹാജർ നില 200 മുതൽ 250 വരെയാണ്. ഇത് ചെറിയ സ്ഥലം ആണ്. ദുആ സ്വീകരിക്കുന്ന ദൃശ്യം അള്ളാഹു എപ്രകാരമാണ് കാണിക്കുന്നത്. ബനിലെ മുബല്ലിഗ് സിൽസില അൻസർ സാഹിബ് എഴുതുന്നു, ഒരു ഗ്രാമം ആസിയോയിൽ 100 കണക്കിന് ബൈഅത്തുകൾ നടന്നു. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും തർബിയത്ത് ക്ലാസുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ സദർ സാഹിബിന്റെ മകൾ മറ്റൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. കഠിന രോഗിയായി മാറി. രോഗം കാരണം ശരീരം തികച്ചും മൃതതുല്യമായി തീർന്നു. പറയുന്നു, ഞാൻ അവരുടെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ സദർ സാഹിബ് പറഞ്ഞു, ദുആ ചെയ്താലും കാലത്തിന്റെ ഖലീഫക്ക് ദുആക്ക് വേണ്ടി എഴുതുകയും ചെയ്താലും പറഞ്ഞു. അങ്ങനെ കത്ത് അവിടെ വെച്ച് എഴുതി. അദ്ദേഹം എനിക്കും ദുആക്ക് വേണ്ടി കത്തെഴുതി. അടുത്ത ദിവസം വീണ്ടും അവിടെ ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ പെൺകുട്ടി സംസാരിക്കാനും അനങ്ങാനും തുടങ്ങിയിരിക്കുന്നു. ഈ പെൺകുട്ടിയെ ആശുപത്രിയിലും കൊണ്ടുപോയിരുന്നു. എന്നാൽ ഒരു ചികിത്സ കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ നിരാശരായി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു മൗലവിയെ വിളിപ്പിച്ചു. അയാൾ ആ കുട്ടിയെ ദം ചെയ്തു. അതിനു പകരം അയാൾ 40,000 ഫ്രാങ്കും ഒരാടും വാങ്ങി. എന്നാൽ പെൺകുട്ടിക്ക് സുഖം പ്രാപിച്ചില്ല. പിന്നീട് മറ്റൊരു മൗലവിയെ വിളിപ്പിച്ചു. അയാളും അത്ര വലിയ തുക വാങ്ങി. എന്നാൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. പറയുന്നു, മൗലവിമാരെ കൊണ്ട് ഞങ്ങൾ നിരാശരായി മാറിയിരുന്നു. ഞങ്ങൾ ചിന്തിച്ചു, ഇവൾ എന്തായാലും ഒരു ദിവസം മരിക്കും. അതുകൊണ്ട് പെൺകുട്ടിയെ അവളുടെ പിതാവിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അങ്ങനെ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അവിടെയും ജമാഅത്തിനോട് അപേക്ഷിച്ചു. എനിക്കും കത്തെഴുതി. ദുആക്ക് വേണ്ടി ഒരു ദിവസത്തിനു ശേഷം തന്നെ ഈ പെൺകുട്ടി അനങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അവളുടെ രോഗം പൂർണ്ണമായും മാറി. ഈ കുട്ടി ജീവനോടെ രക്ഷപ്പെടും എന്ന് ഒരാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവളെ കാണുമ്പോൾ ഒരാളും പറയുകയില്ല ഈ പെൺകുട്ടി ഒരിക്കൽ രോഗിയായിരുന്നു എന്ന്. ഇതും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു തെളിവാണ്. ബോർക്കിനോ ഫാസോയിലെ തന്നെ ഒരു മുഅല്ലിം എഴുതുന്നു, സാന്തെ കരീം സാഹിബ് തബ്ലീഗിനായി ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ
ഞങ്ങൾ അവിടെ തബ്ലീഗ് ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോൾ ഗ്രാമത്തിലെ ഇമാം പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഈ മുഅല്ലിം മുമ്പ് തന്നെ വന്നിരുന്നു. ഞങ്ങളിൽ ഒരുപാട് പേർ മുമ്പ് തന്നെ ബൈഅത്ത് ചെയ്തിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ എല്ലാവരും ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തബ്ലീഗ് ചെയ്തു കൊള്ളുക. ഒരുപക്ഷെ താങ്കളുടെ തബ്ലീഗ് കൊണ്ട് മുമ്പ് ബാക്കിയുള്ളവരും ജമാത്തിൽ ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ നേരം ചോദ്യോത്തരം നടന്നു. അവസാനം അവരിൽ നിന്നുള്ള വലിയവർ പറഞ്ഞു, ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരുന്നു, എന്നിരുന്നാലും ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ സ്വയം കണ്ടിരിക്കുന്നു, ഇന്ന് ആരെങ്കിലും ഇസ്ലാമിന് ശരിയായ രീതിയിൽ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. കാരണം നിങ്ങൾ സ്ഥിരമായി ഈ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾ ക്ഷീണിക്കുന്നില്ല. നിങ്ങളോടൊപ്പമാണ് പറഞ്ഞു. മുമ്പ് ബയ്യത്ത് ചെയ്യാതിരുന്ന ഗ്രാമക്കാരോട് ബയ്യത്ത് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു. അങ്ങനെ ഗ്രാമത്തിലെ 73 ആളുകൾ കൂടുതലായി ബയ്യത്ത് ചെയ്തു. അള്ളാഹു അഥവാ ഇവരുടെ ഹൃദയം തുറക്കുന്നുവെങ്കിൽ, അവർക്ക് ശരിയായ ഇസ്ലാം സ്വീകരിക്കുന്നതിന് തൗഫീക്ക് നൽകുന്നുവെങ്കിൽ ഇത് അവരുടെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ദീനിനെ കുറിച്ചുള്ള വ്യാകുലതയുണ്ട്. അവർ മുഴുവൻ രാത്രിയും ഇരുന്ന് ദീനി മജ്ലിസുകൾ കേൾക്കുന്നു. ഇവിടെ ആർക്കും സമയമില്ല ഇത്ര ദീർഘനേരം ഇരിക്കാനും ദീനിന് സമയം നൽകാനും, ദീനി മജ്ലിസിൽ ഇരിക്കാനും ചോദ്യോത്തരം നടത്താനും. ഇന്ത്യയിലെ ഇപ്പോഴത്തെ നായിബ് നാസിർ ദഅവത്തെ ഇലല്ലാഹ് എഴുതുന്നു, ലഖീംപൂർ നഗരത്തിൽ ഒരു സഹോദരൻ അബ്ദുൽ സത്താർ സാഹിബുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ തന്നെ പൊട്ടി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കിരൺപൂർ ഗ്രാമത്തിലെ താമസക്കാരായിരുന്നു. ഞങ്ങൾക്ക് 50 ബീഘെ ഭൂമി ഉണ്ടായിരുന്നു. നല്ല കച്ചവടമായിരുന്നു. ഞങ്ങൾ 12 വർഷം മുമ്പ് ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചതായിരുന്നു. എന്നാൽ ബയ്യത്തിനു ശേഷം ഞങ്ങൾക്ക് ഇത്രമാത്രം എതിർപ്പുണ്ടായി. എതിരാളികൾ ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി, എന്റെ മകനെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു, എന്റെ ഭാര്യയുടെ കൈകൾ ഒടിച്ചു. ഇത്രമാത്രം എതിർപ്പുണ്ടായി. ഞങ്ങൾ ഭൂമിയും വീടും തുച്ഛമായ വിലക്ക് വിറ്റ് അവിടെ നിന്ന് പോകേണ്ടതായി വന്നു. എല്ലാ കച്ചവടവും പൂർണ്ണമായും നശിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ലഖീംപൂർ നഗരത്തിൽ വന്നു. ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ എതിരാളികൾ ഞങ്ങളെ വെറുതെ വിട്ടില്ല. അവർ ഇവിടെയും എത്തി. നഗരത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞ് വെറുപ്പുണ്ടാക്കി. മുഴുവൻ നഗരത്തിൽ ഒരു മുസ്ലിമും ഞങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ജമാഅത്തുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ അള്ളാഹു ഞങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള മഹത്തായ അടയാളം കാണിച്ചു തന്നു. ഞങ്ങളോടുള്ള എതിർപ്പിൽ മുന്നിൽ നിന്നിരുന്ന വലിയ എതിരാളികൾ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ഏതോ ഒരു വിവാഹത്തിന് പോവുകയായിരുന്നു. അവിടെ ബസ് റെയിൽവേ ഗേറ്റിൽ കുടുങ്ങുകയും ട്രെയിനുമായി കൂട്ടിയിടിക്കുകയും ഇതിന്റെ ഫലമായി 18 പേർ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ടവർ അങ്ങേയറ്റം പരിക്കുള്ളവരായി. ശവശരീരങ്ങളുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു, തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. ദൂര സ്ഥലങ്ങൾ വരെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. എതിരാളികളുടെ ഓരോ ഭവനത്തിൽ നിന്നും അനേകം ശവശരീരങ്ങൾ ഉണ്ടായി. ഞങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരിക്കേറ്റവരെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ എതിരാളികളുടെ ബന്ധുക്കൾ ലജ്ജ കൊണ്ട് ഞങ്ങളെ കണ്ട് മുഖം മറക്കുന്നുണ്ടായിരുന്നു. ഈ അപകടത്തിന് ശേഷം ലഖീംപൂർ നഗരത്തിലെ പള്ളിയിലെ വലിയ മൗലവി രക്ഷപ്പെട്ട എതിരാളികളെയും അബ്ദുൽ സത്താർ സാഹിബിന്റെ കുടുംബത്തെയും പള്ളിയിൽ വിളിപ്പിച്ചു. മൗലവി സാഹിബ് എതിരാളികളോട് പറഞ്ഞു, നിങ്ങൾ ഈ അഹമ്മദികളോട് മാപ്പ് ചോദിക്കുക, ഇവരെ എതിർക്കുന്നത് ഉപേക്ഷിക്കുക, നിങ്ങൾ ഇവരുമായി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കുക. അങ്ങനെ ഈ അപകടത്തിന് ശേഷം എതിർപ്പ് പൂർണ്ണമായും തണുത്തു. പറയുന്നു, ഞങ്ങൾക്ക് ജമാഅത്തുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ഹൃദയം അഹമ്മദിയത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. അള്ളാഹു ഇവർക്ക് ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ അഹമ്മദികളാകുന്നത് അവരുടെ ഈമാനിൽ ദൃഢതയും നൽകുന്നു. കൊസോവോയിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ ഷഫ്രീദ് കറസ്കി സാഹിബ് രാജ്യത്തെ തലസ്ഥാനത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ ഇമാമായിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ചുള്ള പ്രൊഫസർ എന്ന നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യത്ത് വളരെ പ്രസിദ്ധനായിരുന്നു. ഇദ്ദേഹം അനേകം വർഷം മുമ്പ് റേഡിയോയിൽ പരിപാടിക്കിടക്ക് ജമാഅത്തിനെതിരിൽ വളരെ പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്റർനെറ്റിലും മറ്റും ജമാഅത്തിനെതിരിൽ പ്രോപ്പഗണ്ട ചെയ്തു. അള്ളാഹു ഇതിന് ഇപ്രകാരം പ്രതികാരം ചെയ്തു. ഒന്നാമതായി ഇയാളുടെ ക്യാരക്ടറിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ട് ഇയാളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പോലീസ് അയാളെ തീവ്രവാദത്തിന് അറസ്റ്റ് ചെയ്തു. ബ്ലാക്ക് മണിയുടെ ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തു.
അനേകം ദിവസം കസ്റ്റഡിയിൽ വെച്ചു. ഇയാളെ ജാമിയ മസ്ജിദിന്റെ ഇമാം സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. എല്ലാ ഉത്തരവാദിത്വവും തിരിച്ചുവാങ്ങി. രാജ്യത്ത് മറ്റു ചില ഇമാമിങ്ങളും ജമാഅത്തിനെതിരിൽ പൊതുജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഇമാമിങ്ങളെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന്റെയും സമൂഹത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നതിന്റെയും പേരിൽ കസ്റ്റഡിയിലെടുത്തു. പറയുന്നു, ഇതേവരേക്കും രാജ്യത്തിലെ ഉന്നതരായ ഉലമാക്ക് ഇത്രയധികം നിന്ദയും അപമാനവും നേരിടേണ്ടതായി വന്നിട്ടില്ല. ഇത് കാരണം അവിടെയുള്ള അഹമ്മദികൾക്ക് അള്ളാഹു അവരുടെ ഈമാനിൽ ദൃഢത നൽകി. നവഅഹമ്മദികളുടെ മേലുള്ള അക്രമം എന്നിട്ടും ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന സംഭവം. ഒരു ഉദാഹരണം ഞാൻ മുമ്പ് ഇന്ത്യയിൽ നിന്ന് വിവരിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമുണ്ട്. യുപിയിൽ നിന്ന് അവിടെ മുഴുവൻ ഗ്രാമവും ബൈഅത്ത് ചെയ്തിരുന്നു. എന്നാൽ ശക്തമായ എതിർപ്പ് കാരണം പിന്നോട്ട് പോയി. എന്നാൽ ഒരു സഹോദരൻ മുഹമ്മദ് അനീഫ് സാഹിബ് അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. എതിരാളികൾ വളരെയധികം എതിർത്തു. എന്നാൽ അദ്ദേഹം തന്റെ ഈമാനെ രക്ഷിച്ചു വെച്ചു. ഈ എതിർപ്പിനിടയ്ക്ക് ഹനീഫ് സാഹിബിന്റെ മകൻ വഫാത്തായി. എതിരാളികൾ അദ്ദേഹത്തിന്റെ മകനെ ഖബർസ്ഥാനിൽ ഖബറടക്കാനും ജനാസ നമസ്കരിക്കുന്നതും വിലക്കി. ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ അഹമ്മദിയത്തിൽ നിന്ന് തൗബ ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ഞങ്ങൾ നിന്റെ മകനെ ജനാസ നമസ്കരിക്കുകയും ഖബറടക്കാൻ അനുവദിക്കുകയും ചെയ്യുള്ളൂ. എന്നാൽ ഹനീഫ് സാഹിബ് ദൃഢചിത്തതയോടുകൂടി നിലനിന്നു. തന്റെ കുട്ടികളെ കൂട്ടി ജനാസ നമസ്കരിച്ച് തന്റെ മകനെ തന്റെ വീട്ടിൽ തന്നെ ഖബറടക്കി. അങ്ങനെ അദ്ദേഹവുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. മുഴുവൻ കുടുംബവും ബൈഅത്ത് പുതുക്കി. താങ്കൾ മർക്കസുമായി എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് കാദിയാനികളുടെ ലക്നൌവിൽ ഉണ്ടായിരുന്ന മർക്കസ് നശിച്ചുപോയിരിക്കുന്നു, അവരുടെ മദ്രസയും പൂട്ടിയിരിക്കുന്നു, ഇപ്പോൾ ആരും ബാക്കിയില്ല, കാദിയാനുമായി ബന്ധപ്പെടാനുള്ള വഴിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈമാനിലുള്ള ദൃഢത കൊണ്ട് നിലനിന്നു. അവർക്ക് ആർക്കാണോ അള്ളാഹു ഹിദായത്ത് നൽകിയത് അവർ അതിൽ നിലനിന്നു. ആരാണോ ഏതെങ്കിലും ഉദ്ദേശത്തിനു വേണ്ടി അഹമ്മദിയാവുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തത് അവർ എല്ലാവരും തിരിച്ചു പോവുകയും ജമാഅത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഐവറി കോസ്റ്റിലും ഒരു ഉദാഹരണമുണ്ട്. എതിരാളികളുടെ അക്രമവുമായി ബന്ധപ്പെട്ട് ഒരു നവാഹ്മദി ബംബ സെക്കു സാഹിബ് ബയ്യത്ത് ചെയ്തതിനു ശേഷം തന്റെ സഹോദരന്മാർക്ക് കത്ത് എഴുതി. തന്റെ അഹമ്മദിയത്ത് സ്വീകരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ മറുപടി നൽകി. അഥവാ 3 ദിവസത്തിനുള്ളിൽ അഹമ്മദിയത്തിൽ നിന്ന് വിട്ടു നിന്നില്ല എങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നിന്റെ തല വെട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ കച്ചവടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വഹാബി വിഭാഗക്കാരനായിരുന്നു. അയാൾ തന്റെ ഭാഗം എടുത്ത് കച്ചവടത്തിൽ നിന്നും മാറി. എന്നാൽ അദ്ദേഹം യാതൊരു എതിർപ്പിനെയും നഷ്ടത്തെയും വകവെക്കാതെ ദൃഢചിത്തതയോടുകൂടി അഹമ്മദിയത്തിൽ നിലനിന്നു. ഫ്രാൻസിലെ അമീർ സാഹിബ് പറയുന്നു, ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു MTA മുഖേന ലോകവുമായി ബന്ധപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ഏതുപോലെ എന്നാൽ എന്റെ ഖുത്ബകൾ എല്ലാ സ്ഥലത്തും പോകുന്നു, അത് അന്യരും കേൾക്കുന്നു. അതിന്റെ സ്വാധീനത്തിന്റെ ഒരു സംഭവം വിവരിക്കുകയാണ്. അമീർ സാഹിബ് ഒരു സഹോദരൻ ദാനിയൽ സാഹിബ് ബൈഅത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം വിവരിക്കുകയാണ്, ബയ്യത്തിന് മുമ്പ് അദ്ദേഹം മയോട്ടെ ഐലൻഡിൽ ആണ് താമസിച്ചിരുന്നത്. അത് ഫ്രാൻസിന്റെ ഒരു ദ്വീപാണ്. അവിടെ മയോട്ടിൽ ഏതൊരു പള്ളിയിലാണ് അദ്ദേഹം പോയിരുന്നത്. അവിടുത്തെ ഇമാം അധികവും MTA-യിൽ എന്റെ ഖുത്ബ കേൾക്കാറുണ്ടായിരുന്നു. പറയുന്നു, ഒരു ഖുത്ബയിൽ ഞാൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. പറയുന്നു, അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. പള്ളിയുടെ ഇമാം അഹമ്മദിയ ജമാഅത്തിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ആ ഇമാം നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സ്വാർത്ഥമായ താല്പര്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു നേരായ മാർഗം കാണിച്ചു തരട്ടെ, അതിനുവേണ്ടി ദുആ ചെയ്യുക. ഈ കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇമാം സാഹിബ് ഞങ്ങൾക്ക് ജമാഅത്തിനെ കുറിച്ച് അറിവ് സ്വരൂപിച്ച് നൽകാനായി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഇന്റർനെറ്റിൽ പരതി അറിവ് സ്വരൂപിക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രഞ്ച് ഭാഷയിലുള്ള ജമാഅത്തിന്റെ ചില വീഡിയോകൾ മുന്നിൽ വന്നു. അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിനെ കുറിച്ചുള്ളതായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഖുതുബയും അതിന്റെ ഫ്രഞ്ച് തർജ്ജമയും ലഭിച്ചു. പറയുന്നു, അതിനുശേഷം ഉടൻ തന്നെ ഞാൻ ബയ്യത്ത് ചെയ്തു. അമീർ സാഹിബ് പറയുകയാണ്, അദ്ദേഹം ഇപ്പോൾ ഫ്രാൻസിലെ മുബല്ലിഗ് ഇൻചാർജിന്റെ മയോട്ടിൽ ഈ ഇമാമുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ഇമാമിന് ഫ്രാൻസിൽ നിന്ന് ജമാഅത്തി ഗ്രന്ഥവും
ലിറ്ററേച്ചറും നൽകുകയുണ്ടായി. ആ ഇമാമും 60 ആളുകളോടൊപ്പം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു അനുഗ്രഹിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് മൈൽ ദൂരത്തുള്ള ഒരു ദ്വീപിൽ വസിക്കുന്ന ആളുകൾക്ക് ഖുത്ബ മുഖേന ഇത് നൽകുകയുണ്ടായി. ഇതും അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ്. MTA നമുക്ക് നൽകിയിരിക്കുന്ന ഔദാര്യമാണ്. ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങളിൽ എങ്ങനെയാണ് സ്വാധീനം ഉണ്ടാക്കുന്നത്. കാങ്കോ ബ്രാസീലിൽ നിന്ന് ഒരു മൗല്യം എഴുതുന്നു. ഒരു നവാഹ്മദി തന്റെ ബയ്യത്തിന് സംഭവിച്ചുകൊണ്ട് എഴുതുകയുണ്ടായി. ഒരു ദിവസം തന്റെ ഇളയ സഹോദരന്റെ വീട്ടിൽ പോയതായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഫ്രഞ്ച് ഭാഷയിലുള്ള പുസ്തകം കണ്ടു. അതിൽ ഈസാ നബിയുടെ യഥാർത്ഥ കഥയായിരുന്നു. ആ പുസ്തകം വായിക്കാൻ വേണ്ടി എടുത്തു. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഞങ്ങളുടെ പാതിരിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചിന്തിക്കാതെ വായിക്കരുത്, ഈമാൻ പാഴായി പോകും. എന്നാൽ ഞാൻ ആ ഗ്രന്ഥം വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പാതിരിമാർ ഞങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. ഞാൻ വീണ്ടും ഗ്രന്ഥം വായിക്കുകയും ബൈബിളുമായി അത് തട്ടിച്ചു നോക്കുകയും ചെയ്തു. ജമാഅത്തുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ജമാഅത്തിൽ മുമ്പ് തന്നെ പ്രവേശിച്ചിരുന്നു. ഈ ഗ്രന്ഥം എന്നോട് എന്റെ സഹോദരനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം മുമ്പ് തന്നെ ജമാഅത്തിൽ ചേർന്നിരുന്നു. ഈ ഗ്രന്ഥം ആരുടേതാണ്, ഇവരാരാണെന്ന് ചോദിച്ചു. ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അവിടെ ജർമ്മനിയിൽ ജൽസ നടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നോടൊപ്പം ജർമ്മനിയിൽ ജൽസ വരിക, അവിടെ നിങ്ങൾക്ക് സ്വയം കാണാം, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ മിഷൻ ഹൌസിൽ പോയി. അവിടെ ജർമ്മനി ജൽസയുടെ അന്തരീക്ഷം കണ്ടു. പറയുന്നു, താങ്കളുടെ പ്രസംഗങ്ങൾ കേട്ടു, ഹൃദയം പൂർണ്ണമായും മാറി. അത് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജർമ്മൻ ജൽസയുടെ അവസരത്തിൽ വെച്ച് തന്നെ ബൈഅത്ത് ചെയ്തു. പറയുന്നു, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഞാൻ ജീവിതത്തിന് ലക്ഷ്യമുള്ളതായി മനസ്സിലാക്കുന്നു. ബൈഅത്തിന് ശേഷം അസാധാരണമായ പരിവർത്തനം ഉസ്ബാക്കിസ്ഥാനിലെ ഒരു നവാഹ്മദി സഹീർ വാഹിദ് സാഹിബ് വിവരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം അറിഞ്ഞതിന് ശേഷം എന്റെ നമസ്കരിക്കുന്ന രീതി തന്നെ മാറുകയുണ്ടായി. ഇപ്പോൾ എനിക്ക് നമസ്കാരത്തിൽ അതെല്ലാം ലഭിക്കുന്നത് മുമ്പൊരിക്കലും ലഭിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഇത് വളരെയധികം പ്രയോജനം നൽകുകയുണ്ടായി. മുമ്പ് എനിക്ക് ഇതൊന്നും അറിയുമായിരുന്നില്ല. അതിൽ ഇഹ്സാന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരികയുണ്ടായി. കൊസോവോയിലെ മുബല്ലിഗ് എഴുതുന്നു, നവാഹ്മദികൾ ഇഖ്ലാസിലും ത്യാഗത്തിലും ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുഹൃത്ത് കബീർ ബാലെ സാഹിബ് നഗരത്തിലെ വലിയ സുപ്രധാനമായ ഒരു വകുപ്പിൽ ജോലി ചെയ്യുകയാണ്. എന്നാൽ അഹമ്മദിത്വം സ്വീകരിച്ചതിനു ശേഷം തന്റെ തിരക്കുകൾക്കിടയിലും രാവും പകലും ജമാഅത്തി സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. തബ്ലീഗി തർബിയത്തി ആയിട്ടുള്ള ഏത് പ്രോഗ്രാം ആണെങ്കിലും അതിന് എപ്പോഴും അദ്ദേഹം തയ്യാറായിരിക്കും. അടുത്ത രാജ്യത്ത് വഖഫ് അർജിക്ക് വേണ്ടിയും അദ്ദേഹം പോവുകയുണ്ടായി. അദ്ദേഹം മുഖേന ഒരുപാട് പുതിയ തബ്ലീഗ് ബന്ധങ്ങളുണ്ടായി. ഒരിക്കൽ ഒരു തബ്ലീഗ് പരിപാടി സംഘടിപ്പിച്ചു. അങ്ങേയറ്റം രോഗിയായിരുന്നിട്ടും തബ്ലീഗ് പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിക്കിടക്ക് തന്നെ അദ്ദേഹത്തിന് ബലഹീനത അനുഭവപ്പെട്ടു. തന്റെ ഭാര്യ, അവർ നഴ്സാണ്, അവരിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിച്ച് അതിനുശേഷം വീണ്ടും തബ്ലീഗിൽ പരിപാടിയിൽ പങ്കെടുത്തു. രാത്രി ദീർഘനേരം തബ്ലീഗ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതാണ് ഇവരുടെ തബ്ലീഗുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്നവരുടെ ആവേശം. കാങ്കോ ബ്രാസീലിൽ നിന്ന് മൗലിം സാഹിബ് എഴുതുന്നു, ഇബ്രാഹിം സാഹിബ് ഒരു ഗ്രാമത്തിലെ തലവൻ. അദ്ദേഹത്തിന്റെ മരുമകന്റെ രീതി ശരിയായിരുന്നില്ല. ദിവസവും മദ്യപിച്ചു കൊണ്ടുവരികയും ചീത്ത വിളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അയാൾ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അയാൾ മദ്യപാനം ഉപേക്ഷിക്കുകയും ചീത്ത വിളിക്കുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. എനിക്കിത് വളരെയധികം അത്ഭുതകരമായ കാര്യമാണ്. ഈ ഒരു പരിവർത്തനമാണ് അള്ളാഹു അവരിൽ ഉണ്ടാക്കുന്നത്. ബോർക്കിനോ ഫാസോയിലെ നവാഹമ്മദി സുഹൃത്ത് സൂരി അമീദ് സാഹിബ് വിവരിക്കുകയാണ്, ഞാൻ അനഹമ്മദിയായിരുന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് മക്കളുണ്ടാകുമായിരുന്നു, എന്നാൽ മരിക്കുമായിരുന്നു. ഞാൻ ഫക്കീർമാരുടെ അടുത്ത് പോകും. ചിലർ പറയും ആടിനെ കൊണ്ടുവരിക, ചിലർ കോഴിനെ കൊണ്ടുവരിക, ഇന്ന ബിംബങ്ങളുടെ അടുത്ത് പോയി അതിനെ ബലിയർപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് കാലം കടന്നുപോയി. ഞാൻ ജമാഅത്ത് അഹമ്മദിയുടെ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജമാഅത്തിൽ ഞാൻ പ്രവേശിച്ചു. ഞാൻ മൗലവിമാർക്ക് കൊടുക്കുകയും ബിംബങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന പണം ചന്തയായി കൊടുക്കാൻ തുടങ്ങി. ഞാൻ കാണുകയുണ്ടായി എന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അള്ളാഹു എനിക്ക് ജീവനുള്ള മക്കളെ നൽകുകയുണ്ടായി. കുറച്ചു കാലത്തിന് ശേഷം
മൗലവിമാർ കണ്ടു, ഇയാൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നില്ല. അവർക്കറിയാൻ സാധിച്ചു ഞാൻ അഹമ്മദിയായി എന്ന്. അപ്പോൾ മൗലവി പറയുകയുണ്ടായി, ആരാണോ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തെ ഉപേക്ഷിക്കുന്നത്, ആ മാർഗത്തെ എന്തിനാണ് നീ ഉപേക്ഷിച്ചത്? ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അള്ളാഹു എനിക്ക് ജീവനുള്ള മക്കളെ നൽകിയിരിക്കുന്നു. ഞാൻ ചന്ത നൽകുന്നു, അള്ളാഹു എനിക്ക് ഇരട്ടിയായി അത് തിരിച്ചു നൽകുന്നു. ഇതെല്ലാം തന്നെ ജമാഅത്തിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു എന്റെ വീടിന്റെ അവസ്ഥകൾ മാറ്റിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം പൂർത്തിയാക്കി നൽകുന്നു. അതുകൊണ്ട് അള്ളാഹു ആണ് എന്നെ ഈ മാർഗത്തിൽ നയിച്ചത്. പൂർവ്വപിതാക്കന്മാരുടെ മാർഗം എന്ന് പറയുന്നത് അത് വഴികേടിന്റെ മാർഗമായിരുന്നു. റേഡിയോ മുഖേന ബയ്യത്തുകൾ നടക്കുന്നു. ബെനിനിലെ മുബല്ലിഗ് എഴുതുകയാണ്, കാങ്കോർ റിലീജനിലെ ഒരു ഗ്രാമം, അവിടെ നിന്നൊരു ക്രിസ്തീയ സഹോദരൻ സോളിഡ് ജോഫൺ ഒരു ദിവസം നമ്മുടെ റേഡിയോ പരിപാടി കിടക്ക് ഫോൺ ചെയ്തുകൊണ്ട് ഹദ്റത്ത് ഈസ അലൈഹി സ്വലാമിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു. നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് പിന്നെ മുലാഖാത്ത് നടന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകി. ബുദ്ധിപരമായും ബൈബിൾ മുഖേനയും മറുപടി നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു. അദ്ദേഹം അംഗീകരിച്ചു, അഹമ്മദിയ ജമാഅത്തിന്റെ വിശ്വാസം ശരിയാണ്. ഈസാ അലൈഹി ഇസ്ലാം ഒരു നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പൂർത്തിയായിരിക്കുന്നു. ഈ കാര്യം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അഹമ്മദിയത്ത് അഥവാ ഇസ്ലാം സ്വീകരിച്ചു. സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ദീർഘകാലമായി നമ്മുടെ പരിപാടി വളരെ താല്പര്യത്തോടുകൂടി കേൾക്കുകയായിരുന്നു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള പരിപാടികൾ കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകമായ നിലയിൽ വീട്ടിൽ തിരിച്ചു വരുമായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ, അന്വേഷണമുണ്ടെങ്കിൽ മാർഗദർശനവും അള്ളാഹു നൽകുന്നു. ഇതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബൊളീവിയയിലെ മുബല്ലിഗ് എഴുതുന്നു, ഗാലിബ് സാഹിബ്, വില്യം ഷഹീൻ സാഹിബ് ജിഹോനോ വിറ്റ്നസ് ഫാക്ടറിയിലെ ഒരു പാതിരിയാണ്. അദ്ദേഹം ലബനാനിൽ നിന്നാണ്. ജന്മന ക്രിസ്ത്യാനിയാണ്. 3 വർഷമായി ബൊളീവിയയിലാണ്. ഞാൻ ക്രിസ്തു മതത്തിന്റെ ഈ വിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹവുമായി ചർച്ച നടത്തി. അദ്ദേഹം മീറ്റിംഗ് നിശ്ചയിച്ചു. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അദ്ദേഹത്തിന്റെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അഹമ്മദിയത്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മീറ്റിംഗിൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വിശദമായ സംസാരം നടന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ജുമായിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ജുമാ ദിവസം അദ്ദേഹം വരാൻ തുടങ്ങി. ഓരോ ദിവസവും ജുമാക്ക് ശേഷം വളരെ ദീർഘമായി അദ്ദേഹവുമായി സംസാരിക്കും. വില്യം സാഹിബിന് ഭയമുണ്ടായിരുന്നു. അഥവാ ജമാഅത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ മാതാപിതാക്കളും ചർച്ചും എതിർക്കുന്നതായിരിക്കും. അങ്ങനെ ജോലി നഷ്ടമാകും, പുതിയ ജോലി അന്വേഷിക്കേണ്ടതായി വരും. എന്നാൽ സത്യത്തിന്റെ അന്വേഷണത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അദ്ദേഹം അറബി മനസ്സിലാക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ജമാഅത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് അറബി ഗ്രന്ഥങ്ങൾ നൽകുകയുണ്ടായി. ഈ പാരായണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ദീർഘകാലം അദ്ദേഹം സത്യം അന്വേഷിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സത്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ എതിർപ്പും നിത്യവൃത്തിയെയും കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. സന്ദേശം ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നവർ ബൈഅത്ത് ചെയ്താലും ഇല്ലെങ്കിലും. കാമ്രാൻ മുബഷിർ സാഹിബ് എഴുതുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് തബ്ലീഗ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു വീടിന്റെ വാതിൽ മുട്ടി. ഉള്ളിൽ നിന്ന് ഒരാൾ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അയാൾ എന്നെ ആക്രമിക്കുമെന്ന് ഞാൻ ഭയന്നു. മുർബി സാഹിബ് പറയുകയാണ്, ആ ദേഷ്യത്തിന്റെ അവസരത്തിൽ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നതു മുതൽ ഞങ്ങളുടെ രാജ്യത്തിലെ സമാധാനം നശിച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോവുക. ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇൻഗ്രിഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അയാളുടെ സംസാരം അവസാനിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. ചില മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ പറയുകയാണ്. എന്നാൽ ഞങ്ങളുടെ അധ്യാപനം എല്ലാവരോടും സ്നേഹം, ആരോടും വെറുപ്പില്ല എന്നുള്ളതാണ്. അഹമ്മദിയ ജമാഅത്ത് എല്ലാ നിലയിലും ഏത് രാജ്യത്താണ് പോകുന്നത് അവിടെ ഇന്റഗ്രേറ്റ് ആകുന്നു. ഞങ്ങളുടെ കുട്ടികളും ഫുട്ബോൾ കളിക്കുന്നു, ഫുട്ബോൾ ക്ലബിലുണ്ട്. ഞാൻ ഇപ്പോൾ വന്നതാണ്, ലൈബ്രറിയിലെ മെമ്പറാണ്. ഏതായിരുന്നാലും അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചു. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അയാൾ, അതായത് കോപം കൊണ്ട് ജ്വലിച്ചിരുന്ന അയാൾ ആക്രമിക്കുമോ എന്ന് ഭയന്ന അയാൾ അവസാനം പറയേണ്ടത്, താങ്കളുമായി ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെ അദ്ദേഹത്തെ മിഷനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു സ്വയം ആളുകളുടെ ഹൃദയം ജമാഅത്തിന്റെ സന്ദേശത്തിനായി നിർമ്മലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ചില സൈലം സീക്കേഴ്സ്, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു തബ്ലീഗ് ചെയ്യണം എന്ന്. ഒരു സൈലം സീക്കർ ജർമ്മനിയിലേതാണ്. അദ്ദേഹം വന്നതായിരുന്നു. അസൈലത്തിന് വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു ജഡ്ജിയുടെ അടുത്ത് എന്റെ ഫൈനൽ പ്രോട്ടോകോൾ ആയിരുന്നു. അയാൾ ചോദിച്ചു, താങ്കൾ ജമാഅത്തിന്റെ ഫ്ലയർ വിതരണം ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. എവിടെയൊക്കെയാണ്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഫ്ലയർ വിതരണം ചെയ്യുന്നത്? ഞാൻ ഏതാനും സ്ഥലങ്ങൾ പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ശരി, ഇന്ന സ്ഥലത്ത് നിന്ന് താങ്കളിൽ നിന്ന് ഫ്ലയർ ഞാനും വാങ്ങിയിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ കേസ് പാസ്സാണ്. ഈ വിധത്തിൽ തബ്ലീഗും അനുകൂലമായ വിധിക്ക് കാരണമായി മാറുന്നു. ഓസ്ട്രേലിയയിലെ മുബല്ലിഗ് കാമ്രാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ സംഭവം വീണ്ടും ഉണ്ട്. ഖുദ്ദാമുൽ അഹമ്മദിയുടെ ചില കുട്ടികൾക്ക് ചില ഭയം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഇവിടുത്തെ ആളുകൾ ഞങ്ങളെ എന്തു പറയും എന്ന് വിചാരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇവിടെ ജമാഅത്തിന് ഇത്രമാത്രം പരിചയമുണ്ട്, ആളുകൾ ഇത്രമാത്രം അറിയുന്നു. ഇവിടെ ആളുകൾക്കുണ്ടായിരുന്ന ആ മടി അല്ലെങ്കിൽ ആ ഒരു ഭയം അത് മാറിയിരിക്കുന്നു. എന്നാൽ ചില ആളുകളുണ്ട്. ഓസ്ട്രേലിയയിൽ ഖുദ്ദാമുൽ അഹമ്മദിയോടൊപ്പം ഒരു തബ്ലീഗ് പരിപാടി വെക്കുകയുണ്ടായി. അതിൽ ഖുദ്ദാമിങ്ങളോട് പറയുകയുണ്ടായി, അവർ ജമാഅത്തിന്റെ ഷർട്ട് അണിഞ്ഞുകൊണ്ട് വരിക, എന്നിട്ട് ആളുകളിൽ പോയി തബ്ലീഗ് ചെയ്യുക. അപ്പോൾ ഒരു ഖാദിമിന്റെ അടുത്ത് വന്നു, എനിക്ക് ജമാഅത്ത് ഷർട്ട് അണിയാൻ ലജ്ജയാണ്, അതിൽ അഹമ്മദിയ ജമാഅത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ അടുത്ത് ആളുകൾ വരും, എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഖുദ്ദാമുൽ അഹമ്മദിയുടെ ഗ്രൂപ്പ് പുറത്തു പോയപ്പോൾ ആളുകൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഈ അവസരത്തിൽ ഞങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. തബ്ലീഗിനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. പിന്നീട് ഈ ഖാദിം തന്നെ തന്റെ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി, മുമ്പ് എനിക്ക് ജമാഅത്തിന്റെ കമീസ്, ഷർട്ട്, ടീഷർട്ട് ധരിക്കാൻ ലജ്ജയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കറിയാൻ സാധിച്ചു, എല്ലാ അനുഗ്രഹവും ജമാഅത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അള്ളാഹു യുവാക്കളുടെ തർബിയത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു തബ്ലീഗ് മുഖേന. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇൽഹാം മുഖേന പറഞ്ഞിരുന്നു, ഫആന മൻ തുആന. വതുഅറഫു ബൈനൻ നാസ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു കാലഘട്ടം വരും, നിന്നെ സഹായിക്കപ്പെടും, നീ ആളുകളിൽ തിരിച്ചറിയപ്പെടും. ഇതിന്റെ അർത്ഥം ഇതാണ്, വയുഅറഫു ബൈനൻ നാസ് എന്നതിന്റെ. പറയുന്നു, ഈ കാര്യം അള്ളാഹു അങ്ങയോട് 1883 ആദ്യമായി പറഞ്ഞത്, ഇൽഹാം ഇറങ്ങിയത്. ഇതിനുശേഷം 2 പ്രാവശ്യം വീണ്ടും ഇൽഹാം ഉണ്ടായി. അന്ന് അദ്ദേഹത്തെ ആരും അറിയുമായിരുന്നില്ല. അവിടുന്ന് പറയുകയാണ്, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാണോ? ഇത് മനുഷ്യന്റെ ആസൂത്രണമാണോ? സാധ്യമാണോ? ഒരിക്കലുമല്ല. ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. മുമ്പ് ഒരു സംഭവത്തെക്കുറിച്ച് അറിവ് നൽകുന്നു, അത് തന്നെ അവന് മാത്രമാണ് അദൃശ്യ കാര്യങ്ങളോട് അറിവുള്ളത്, അവന് മാത്രമേ ഇത് നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ പരിചയം ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ അങ്ങയുടെ ബൈഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, അള്ളാഹു ഒരു വാർത്ത നൽകുന്നു, നിനക്കൊരു കാലഘട്ടം വരാനിരിക്കുന്നു, നീ ലോകത്ത് പ്രസിദ്ധനായി തീരും. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നു, ഇതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ പേരും ജമാഅത്തിന്റെ പേരും ഇസ്ലാമിന്റെ പേരും ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിദൂര പ്രദേശത്തിലുള്ള ശബ്ദം ഇന്ന് ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നു. 210 രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നു. രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യം കൂടി പറയാം. ചില ആളുകൾക്ക് ചിന്തയുണ്ട്, ജമാഅത്ത് അതിശയോക്തി പറയുകയാണ്. ഇത്ര തോതിൽ രാജ്യങ്ങൾ ലോകത്തില്ല. എത്രത്തോളമാണ് നമ്മൾ പറയുന്നത്? കാരണം UN-ൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ളത് 195 രാജ്യങ്ങളാണ്. തീർച്ചയായും UN-യുടെ മെമ്പർഷിപ്പ് അത്ര തന്നെ ആയിരിക്കും. എന്നാൽ ലോകത്ത് 220 രാജ്യങ്ങളോളം ഉണ്ട്. കഴിഞ്ഞ ദിവസം BBC
തങ്ങളുടെ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഈ പരിപാടി ലോകത്തെ 220 രാജ്യങ്ങളിൽ കാണുന്നതായിരിക്കും. അതുകൊണ്ട് UN-മായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ ഒരു ചിന്ത ഉണ്ടാക്കുന്നത് അഹമ്മദിയ ജമാഅത്ത് അതിശയോക്തി പരത്തുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയതാണ്. ഈ ചിന്താഗതി ചില യുവാക്കളുടെ ഉള്ളിലുണ്ട്. അത് പുറത്തു കളയുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഈ സന്ദേശം എത്തിക്കുന്നതിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു സന്ദേശമാണോ ലോകത്ത് എത്തിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നാം അത് എത്തിക്കുന്നവരായി തീരട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.